ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹപൂർവ്വം വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്താൽ കൂട്ടിയിണക്കപ്പെട്ട ഈ ലോകം കേട്ടിട്ടുള്ള ഏറ്റവും പവിത്രമായ കഥകളിൽ ഒന്നും ക്രൈസ്തവ ദർശനങ്ങളുടെ മകുടവുമായി നിലകൊള്ളുകയും ചെയ്യുന്ന വചനഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നല്ല സമരക്കാരൻ്റെ ഉപമ. വിശുദ്ധ സുവിശേഷം 10-ാം 25 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ ഉപമ വിവരിക്കുന്നത്. ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? ഒരു യാഥാസ്ഥിക യഹൂദന് അയൽക്കാരൻ എന്നത് നിയമത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒന്നായിരുന്നു. ഒരു യഹൂദന് തൻ്റെ തന്നെ കുലത്തിലും വംശത്തിലുംപ്പെട്ട മറ്റൊരു യഹൂദനാണ് അയൽക്കാരൻ. സ്വന്തം ജനം എന്ന ആശയത്തിലേക്ക് പുറത്തു നിൽക്കുന്നവരെല്ലാം വിജാതീയരായി കണക്കാക്കപ്പെടുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന നിയമത്തിന്റെ പരിധിയിൽ യഹൂദനല്ലാത്ത മറ്റൊരാൾ ഒരിക്കലും പ്രവേശിച്ചിരുന്നില്ല. നിയമത്തിന്റെ സങ്കുചിതമായ ഈ വ്യാഖ്യാനത്തെയും പ്രായോഗികതയുമാണ് ഈശോ ഈ ഉപമയിലൂടെ പുനർവ്യാഖ്യാനം ചെയ്യുന്നത്. ജെറിക്കോയുടെ വഴികളിൽ പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന യഹൂദനായ മനുഷ്യന്റെ അടുക്കലൂടെ ഹൃദയമില്ലാതെ കടന്നു പോകുന്ന പുരോഹിതനും ലേവായനും യഥാർത്ഥത്തിൽ അയാളുടെ അയൽക്കാരൻ തന്നെയാണ്. ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ കാരുണ്യം സഹജമാകേണ്ടതാണ്. ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് പുരോഹിതനും ലേവായനും. അവർ പഠിച്ചറിയുകയും അനുഷ്ഠിക്കുകയും ചെയ്ത നിയമം സത്യത്തിൽ കരുണയുടെ നിയമങ്ങളായിരുന്നു. ദേവാലയത്തിൽ അവർ ആലപിച്ച സങ്കീർത്തനങ്ങൾ ദൈവത്തിന്റെ ആർദ്ര സ്നേഹത്തിന്റെ പ്രകീർത്തനങ്ങളായിരുന്നു. അവരുടെ ദൈവം പഠിപ്പിച്ചതനുസരിച്ച് അവർ വളർന്നിരുന്നുവെങ്കിൽ മുറിവേറ്റ ആ യാത്രികനോട് കാരുണ്യത്തോടെ പെരുമാറുമായിരുന്നു. ദൈവിക കാര്യങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുരോഹിതനും ലേവായനും നിയമത്തിന്റെ ആത്മാവിനെ ഗ്രഹിക്കുവാനുള്ള ദൈവിക ജ്ഞാനത്താൽ പ്രകാശിതരായിരുന്നില്ല എന്നതാണ്. ഈ ഭൂമിയിൽ മുറിവേറ്റ യഹൂദന് രക്ഷയായി തീരുന്നത് വിജാതീയനായ സമരിയക്കാരന്റെ അനുകമ്പം നിറഞ്ഞ മനോഭാവമാണ്. സമരിയക്കാരന്റെ മനോഭാവങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്നാമതായി അനുകമ്പ അല്ലെങ്കിൽ കാരുണ്യം എന്നതാണ്. രണ്ടാമതായി തന്റെ സഹായം ആവശ്യമുള്ളവന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന മനോഭാവമാണ്. മൂന്നാമതായി പരിചരണത്തിന്റെ മനോഭാവമാണ്. വഴിയിൽ മാത്രമല്ല, സത്രത്തിൽ ഒരു ദിനം താമസിച്ച് പരിചരിക്കുന്നത് മറ്റെല്ലാറ്റിനുപരിയായി മുറിവേറ്റവന്റെ ജീവന് സമരക്കാരൻ നൽകിയ വിലയാണ് വ്യക്തമാക്കുക. നാലാമതായി തന്റെ കഴിവുകളുടെ പുറത്ത് കയറ്റി എന്നത് സ്വന്തം സുരക്ഷിതത്വവും സൗകര്യങ്ങളും മറ്റുള്ളവർക്കായി മാറ്റിവെക്കുന്ന മനോഭാവമാണ്. ജെറിക്കോയുടെ പരിവരുത്ത ചെങ്കുത്തായ വഴിയിൽ മുറിവേറ്റ യഹൂദനെയും തന്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രം വരെ എത്തുന്ന സമരക്കാരന്റെ ചിത്രം കരുണയുടെ മിഴിവുറ്റ ഉദാഹരണമാണ്. അഞ്ചാമതായി തന്റെ ആരുമല്ലാത്ത ബദ്ധശത്രുവായി പരിഗണിക്കപ്പെടാവുന്ന ഒരു യഹൂദന് വേണ്ടി തന്റെ സമ്പാദ്യം പോലും മാറ്റിവെക്കുന്ന മനോഭാവമാണ്. ഹിംസ വ്യാപിക്കുകയും കനിവ് വറ്റിവരളുകയും ചെയ്യുന്ന ഇന്നത്തെ ലോകത്തിൽ നല്ല അയൽക്കാരന്റെ ഉപമ പണ്ടത്തേതിനേക്കാൾ ഇന്നും പ്രസക്തമാണ്. ഞാനിപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ മനുഷ്യന് എന്ത് സംഭവിക്കും എന്ന സമരക്കാരന്റെ മനോഭാവം കുടുംബ, ഇടവക, സഭ, സമൂഹ, രാഷ്ട്ര, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എന്നത്തേക്കാൾ അധികം പ്രതിഫലിക്കേണ്ട കാലമാണിത്. മുറിവേറ്റവരുടെ ഈ ഭൂമിയിൽ സ്നേഹ സാന്നിധ്യമായി, സൗഖ്യത്തിന്റെ തൈലമായി, പരിചരണത്തിന്റെ മൃദുസ്പർശമായി, ശത്രുതയുടെ അതിരുകൾ തകർത്ത് സ്നേഹത്തിന്റെ പാലങ്ങൾ പണിത് കരുതലിന്റെ ക്രിസ്തുശാസ്ത്രം പ്രാവർത്തികമാക്കാൻ നല്ല അയൽക്കാരൻ നമ്മെ ക്ഷണിക്കുന്നു. ക്രൈസ്തവരെന്ന നിലയിൽ യേശുവിന്റെ ചിന്തകളും ആശയങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ യേശു നൽകുന്ന നല്ല സമരക്കാരന്റെ ഉപമ നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹിച്ചോയെ, ഞങ്ങളുടെ മുന്നിലെത്തുന്ന എല്ലാ വ്യക്തികളെയും സംരക്ഷിക്കുന്നതിനും പരിചരിക്കുന്നതിനും സമൂഹത്തിന്റെ പുറമ്പോക്കിൽ ജീവിക്കുന്നവരെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അവരും ദൈവത്തരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്നേഹം അവരുമായി പങ്കുവെക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വ ബോധമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങയുടെ സ്നേഹത്തിൽ ആനന്ദിക്കുവാനും അങ്ങനെ എപ്പോഴും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.